മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ തുടർച്ചയായ ആക്രമണമുണ്ടാവുകയാണ്. ടോപ്പ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം 2 സംഘങ്ങളാണ് ആക്രമണത്തിനിരയായത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്നാറിൽ വിവിധയിടങ്ങളിലായി 4ലേറെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. നിയമ നടപടി ഉണ്ടായത് ഒരു കേസിൽ മാത്രമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നൂലാമാലകൾക്ക് സമയമില്ലാത്തതിനാൽ പലരും പോലീസിൽ പരാതി നൽകാതെ മടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിൽ നടന്ന അക്രമ സംഭവങ്ങളാണിത്. ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. സംഘർഷത്തിന് കാരണം പലപ്പോഴും നിസ്സാര കാര്യങ്ങളാണ്. കൊല്ലത്തു നിന്നും ടെമ്പോ ട്രാവലറിലെത്തിയ സംഘം ആക്രമിക്കപ്പെട്ടത് വഴിയോരക്കടയുടെ പിന്നിൽ മൂത്രമൊഴിച്ചു എന്നാരോപിച്ചാണ്. 6 കുടുംബങ്ങൾ അടങ്ങിയ സംഘത്തിന് നേരെയുള്ള ആക്രമണത്തിന് തുടക്കമിട്ടതും സ്ത്രീകളായിരുന്നു. സംഘർഷത്തിന് ശേഷം മടങ്ങിയവരെ ജീപ്പിൽ പിന്തുടർന്ന സംഘം വാഹനത്തിന്റെ ചില്ല് കല്ലുകൊണ്ട് എറിഞ്ഞുടച്ചു. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമാണെങ്കിലും ടോപ്പ് സ്റ്റേഷൻ തമിഴ്നാടിന്റെ അതിർത്തിക്കുള്ളിലാണ്. പരാതി നൽകണമെങ്കിൽ കമ്പത്തിന് സമീപത്തുള്ള കൊരങ്ങണി പോലീസ് സ്റ്റേഷനിലെത്തണം. അവിടെ എത്തണമെങ്കിൽ കുറഞ്ഞത് 1.5 മണിക്കൂർ സഞ്ചരിക്കണം. സംഘർഷമറിഞ്ഞ് ദേവികുളം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തിയാലും കേസെടുക്കാറില്ല. പലപ്പോഴും വിനോദസഞ്ചാരികൾ പരാതി നൽകാൻ തയ്യാറാകാത്തതും നിയമ നടപടിക്ക് തടസ്സമാണ്. കഴിഞ്ഞ ദിവസം മൂന്നാറിന് സമീപം ആറ്റുകാട് നടന്ന അക്രമ സംഭവമാണിത്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഒടുവിൽ ഇത് സംഘർഷത്തിൽ കലാശിച്ചു. വിനോദസഞ്ചാരികളായി എത്തിയ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. കല്ലുകൊണ്ടായിരുന്നു ആക്രമണം. വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ ഇവരുടെ കാറും അടിച്ചു തകർത്തു. സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രാഫിക് നിയമലംഘനങ്ങളോ ഗതാഗത തടസ്സമോ ഉണ്ടായാൽ പ്രദേശവാസികൾ തന്നെ നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയാണ്. പലയിടത്തും പോലീസിന്റെ സാന്നിധ്യമില്ലാത്തത് അക്രമകാരികൾക്ക് അവസരമാണ്. നിയമവിരുദ്ധമായി വഴിയോര കടകൾ നടത്തുന്നവരാണ് പലപ്പോഴും അക്രമങ്ങൾക്ക് തുടക്കമിടുന്നതും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.